ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് അവിടുന്ന് കാണാനുള്ളത്. ഒരുപാട് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുള്ള സ്ഥലമാണ് അലക്സാണ്ട്രിയ. കൈറോ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണ് അലക്സാണ്ട്രിയ. അപ്പോൾ മോഹൻഭായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹൻഭായി ഇപ്പോൾ എത്തും. ഞങ്ങൾ റെഡിയായി. അപ്പോൾ ആ കാഴ്ചയിലേക്ക് വെൽക്കം ടു മൈ വീഡിയോ. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് അലക്സാണ്ട്രിയ. മോഹൻജി ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. മോഹൻജിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഞങ്ങളെ ഒന്നിച്ചിപ്പോൾ പോവുകയാണ്. ഇത് കൈറോ റോഡാണല്ലോ മോഹൻജി, അല്ലേ? കൈറോ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? കൈറോ റിംഗ് റോഡ്. ഈ അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന റോഡിന്റെ രണ്ട് സൈഡുമായിട്ട് കൃഷിയാണ് കേട്ടോ. മുന്തിരി, അതുപോലെ ഓറഞ്ച്, പിന്നെ ജെയ്ത്തൂന്, ഒലിവ് എന്നിങ്ങനെ ഡിഫറെൻ്റ് തരത്തിലുള്ള കൃഷികൾ ഒരുപാട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ ഒരു സ്നാക്സോ ചായ കുടിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഈ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള ഈ സ്നാക്സും ചായയൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെതാണ്. വില കുറച്ച് കൂടുതലാണ്, പക്ഷെ നല്ല ഐറ്റമാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുട്ടികൾ ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ വീണ്ടും യാത്രയിലേക്ക്. കണ്ണെത്താ ദൂരത്ത് ഗ്രേപ്പിൻ തോട്ടം, മുന്തിരിത്തോട്ടം. അങ്ങനെ ഞങ്ങൾ അലക്സാണ്ട്രിയയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് തരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേക റോഡും ബിൽഡിങ്ങും ഗാർഡനും എല്ലാം ആയിട്ടുള്ള ആ ഒരു ലുക്ക്. ഓപ്പോസിറ്റ് കടലാണ് കേട്ടോ. കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത്. ഇത് കടൽ. ഇപ്പം ഞങ്ങളിവിടെ അലക്സാണ്ട്രിയയിൽ ബുക്ക് ചെയ്ത ഫ്ലാറ്റാണ് കേട്ടോ. ഹോട്ടലല്ല, ഫ്ലാറ്റാണ്. ഇവിടെ ഫ്ലാറ്റ് സിസ്റ്റമാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. وصلى الله وسلم على سيدنا رسول الله. اللهم إني أعلم أني عصيك ولكني أحب من يطيعك فاجعل اللهم حبي لمن. കയറിക്കോ അങ്ങനെ കയറി. ഓക്കെ. അപ്പോൾ ഇവിടെ 2 ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് സംവിധാനമാണ് കേട്ടോ. ഹോട്ടലല്ല, ഫ്ലാറ്റ് സംവിധാനം. ഒരു ഫാമിലിക്ക് തങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഫ്ലാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനും മോഹൻഭായും കൂടിയിട്ട് സെപ്പറേറ്റ് ഫ്ലാറ്റാണ് എടുത്തത്. മോളെ അപ്പിനു, നമുക്ക് ഈ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം, അല്ലേ? ഓക്കെ. ആദ്യം തന്നെ ഹോള്, അല്ലേ?
ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന നല്ല വിശാലമായിട്ടുള്ള ഹോളാണ് അല്ലേ? ലിവിങ് റൂം. ഹോളിനോട് ചേർന്നിട്ട് തന്നെ ബാൽക്കണി ഒന്ന് കാണിച്ചു. ബാൽക്കണി സീ വ്യൂ, അതായത് കടലാണല്ലേ? നമ്മുടെ ബാൽക്കണിയിൽ നമ്മൾ കാണുന്നത് കടൽ. ഓക്കെ, ഇവിടെ നല്ല ഒരു ബാൽക്കണി ഉണ്ട്. ഇനെന്ത് മോളെ? ഇവിടെ നല്ല കിച്ചൺ ഉണ്ട് അല്ലേ? ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. നമ്മൾ ഫാമിലിയുമായി ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം, പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ് എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അടങ്ങിയിട്ടുണ്ട്. മൈക്രോ ഓവൻ ഉണ്ട്, ഷെൽഫ്, എല്ലാ സാധനവും ഉണ്ട് അല്ലേ? ചട്ടി, പാത്രം ഒക്കെ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സല്ലാജ അല്ലേ, ജ്യൂസ് മെഷീന്, കെറ്റിൽ. ഓക്കെ, ഇനി അടുത്തത് എന്താ മോളെ? ബാത്റൂം. അപ്പോൾ ബാത്റൂം നോക്കാം. ഓ, നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ബേസിനുണ്ട്. ഓക്കെ, സോപ്പ്, ഷാമ്പു ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഇവിടുന്ന് ഉപയോഗിക്കുന്ന ചെരുപ്പ് പോലും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇനി ബെഡ്റൂം അല്ലേ? ഇവിടെ ഒരു ബെഡ്റൂം. ഓ, 3 ബെഡ് ഉണ്ടല്ലോ ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ അല്ലേ? നല്ല സൗകര്യമുള്ള. ഇതിലും 2 ബെഡ് ഉണ്ട്. ഓക്കെ, കവാട്ടുണ്ടല്ലോ. അന്ന് കവാട്ട് പറഞ്ഞ അയൺ ടേബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെയും എക്സ്ട്രാ ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അടുത്തത് ബാൽക്കണി അല്ലേ? ബാൽക്കണി. ഞങ്ങൾ ഈ അലക്സാണ്ട്രിയയിൽ വരാനുണ്ടായ കാരണം മോഹൻജിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാം, പ്രധാന സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു ഈജിപ്ഷ്യനാണ്. അപ്പോൾ ആള് ക്ഷണിച്ചിട്ടാണ് വന്നത്. ഈ അലക്സാണ്ട്രിയ എന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഇസ്മാലിയയിൽ നിന്ന് 5 മണിക്കൂർ ഓട്ടമുണ്ട് ഇവിടെ. അപ്പോൾ കൈറോന്നോ ഇസ്മാലിയാന്നോ ഒക്കെ വരുന്നവർക്ക് ഇവിടെ ടോട്ടൽ ഒരു ഡിഫറൻറ്റ് കേട്ടോ. റോഡായാലും അതുപോലെ ബിൽഡിംഗ് ആയാലും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിലെടുത്ത് പറയേണ്ട കാര്യം പഴയ ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും, പിന്നെ റോഡ് എന്ന് പറയുമ്പോൾ റോഡിൻ്റെ ഒരു സൈഡൊക്കെ കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ്, മറു സൈഡാണെങ്കിൽ ബീച്ച്, അതായത് കടൽ കേട്ടോ. അപ്പോൾ കടൽ വ്യൂ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഏകദേശം ഫ്ലാറ്റുകളൊക്കെ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ബിൽഡിങ്ങുകൾ. മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മോഞ്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തു പോവും. അപ്പോൾ കൂടുതൽ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. ഫൈൻ, താങ്ക് യു. മോഹൻ ഭായിൻ്റെ കൂട്ടുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഈ സ്ഥലം കാണാൻ പോകുന്നു. ഇപ്പോൾ area which you are sitting, this is public area for anyone coming from Khalid bin Walid. ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമായിരുന്നു, സാൻഡ്വിച്ച് അങ്ങനത്തെ. അപ്പോൾ ആള് ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുവന്നു. ജിയുടെ കൂട്ടുകാരൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മോഹൻജിയുടെ വണ്ടി അവിടെ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തു. ഇത് മോഹൻജിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് വന്നത്. അവരിവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്ത സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്.
قديمه دي عم عبده ولا ايه؟ ഈ സാൻഡ്വിച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്, സ്പെഷ്യൽ ഷോപ്പാണ്. Chicken crab. വൺ ബീഫ് ക്രാബ്, വൺ ചിക്കൻ ക്രാബ്. Yeah. Both the same. Same. Name the same. Yeah. But one the beef, other one the chicken. എനിക്കും കുട്ടികൾക്ക് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ترجم كده، ترجم قال ايه؟ ترجم. لحم كراب، دجاج كراب. منين هم؟ منين؟ الهند؟ وانا من الصين. انت؟ الصين. انت من العتبه. كل حته فيها عدد. ايه؟ يا عيني يا عيني. مش اسكندريه بس. العتبه في كل حته فيه. الصلاة على النبي، الصلاة على النبي. خد صورة بقى، انا هاخد صورة معاكم عشان لا معاكم ماشي. ഓക്കെ, സാൻഡ്വിച്ച് എല്ലാം കിട്ടി. ഇനി ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. Too heavy, yeah? അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഫസ്റ്റായിട്ടാണ് ഞങ്ങളിത് കഴിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ലൊരു ഫുഡ്, നല്ല സാൻഡ്വിച്ച്. അല്ല മോളെ, നമ്മളാദ്യമായിട്ട് ഇങ്ങനെ ഞാൻ ഈ അലക്സാണ്ട്രിയയിലത്തെ മനോഹരമായ ഈ വ്യൂവേഴ്സാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മാഞ്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വണ്ടിൻ്റെ മോൾ ഭാഗത്ത് കൂടിയിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് തുറന്ന്. അപ്പോൾ ഞാൻ ആ കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു. ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് അലക്സാണ്ട്രിയയിലുള്ള ലോകത്തിലെ 5ാമത്തതും ഫേമസുമായിട്ടുള്ള ലൈബ്രറി. അപ്പോൾ ഈ ലൈബ്രറിയെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഞങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വഴി ഞങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. This area is called محطة الرمل. It's the middle of Alexandria. Most of the center and shops and clothes are here. ഓക്കെ. This محطة الرمل. All this hotel, Cecil Hotel, and this hotel, all like Italian style. യെസ്. അതായത് മോഹൻജിയുടെ ഫ്രണ്ട് പറയുന്നത് ഇവിടുത്തെ ഏകദേശ ബിൽഡിങ്ങുകളും ഇറ്റാലിയൻ സ്റ്റൈല് അതുപോലെ ഫ്രഞ്ച് സ്റ്റൈലിലൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിയാണ് അദ്ദേഹം പറയുന്നത്. ഞാനും ശ്രദ്ധിച്ചു. ഇപ്പോൾ നമ്മൾ കൈറോന്നോ അല്ലെങ്കിൽ ഇസ്മാലിയ എന്നൊക്കെ വരുന്നവർക്ക് ഒരു പുതുമ തന്നെയാണ് കേട്ടോ. കാരണം ശരിക്കും
യൂറോപ്പിലെ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ 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 ബിൽഡിങ് കേട്ടോ. അത് ഡിഫറെൻ്റ് തരത്തിലായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്ന പല ബിൽഡിങ്ങിലും നമ്മൾ യൂറോപ്പിൽ കാണുന്ന എംബ്ലം പോലും കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു അലക്സാണ്ട്രിയ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ അലക്സാണ്ട്രിയയിലെ മെയിൻ സിറ്റിയിൽ കൂടിയിട്ടാണ് ഇങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ഫേമസ് പള്ളിയുണ്ട്, അതാണ് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അബുൽ അബ്ബാസ് എന്ന് പറയുന്ന ഫേമസ് മസ്ജിദ്. അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ വൈകുന്നേരത്തൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കുമല്ലോ, വണ്ടി പാർക്ക് ചെയ്യാനും ഇറങ്ങി നോക്കാനൊക്കെ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കിങ്ങനെ കറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻജിയുടെ കൂട്ടുകാരൻ്റെ പേര് മുഹമ്മദ് ബേഷ എന്നാണ്. അദ്ദേഹം ഈജിപ്ഷ്യനാണ്. കൂടാതെ അദ്ദേഹം ഈ അലക്സാണ്ട്രിയയിൽ തന്നെയാണ് താമസം. വർഷങ്ങളായി അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്. കൂടാതെ അയാളെ കുട്ടികളൊക്കെ പഠിച്ചതും വളർന്നതൊക്കെ ഈ സിറ്റിയിലാണ്. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈജിപ്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അലക്സാണ്ട്രിയയിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലത്ത് ഇപ്പോൾ വണ്ടി നിർത്തി ഇവിടെ എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഈ കാണുന്നതാണ് പഴയകാല അലക്സാണ്ട്രിയ സിറ്റി. ഈ എത്രയോ കാലം പഴക്കമുള്ള ഈ സിറ്റി അവർ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കും മറ്റും കാണാനായിട്ടുള്ള അതിൻ്റെ ഓർമ്മക്കുറിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.